ഈ ലോക്ക്ഡൗൺ ടൈം നമുക്കൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അതുകൂടാതെ ഒരുപാട് മണിക്കൂറുകൾ ദിവസങ്ങളൊക്കെ വെറുതെ തള്ളി നീക്കിയത് മിച്ചം എന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊരു കാര്യമില്ല. എന്നാൽ ലോക്ക്ഡൗണിലെ ടൈം അവരുടേതായ ഐഡിയകളും കാര്യങ്ങളൊക്കെ വെച്ച് മുതലെടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ചെയ്ത അവൻ്റെ ഐഡിയയും അവൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ടൂൾസുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത കുറച്ച് അവൻ്റെ പുതിയ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് LED ബൾബുകൾ, ഫാൻസി LED ലൈറ്റുകൾ ചെയ്ത വർക്കുകൾ, അവൻ ചെയ്ത കുറച്ച് വർക്കുകൾ ഞാൻ നിങ്ങളെ കാണിക്കും. അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗശൂന്യമായ കുറച്ച് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഞാനിന്ന് അതൊരു വീഡിയോ ആക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഏതായാലും നമുക്ക് ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. ഡീറ്റെയിലും കാര്യങ്ങളും അവനോട് തന്നെ ചോദിച്ചാൽ. അപ്പോൾ ഫാരി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഒന്ന് ഇനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ബൾബുകളൊക്കെ അവൻ ഉപയോഗശൂന്യമായ പല വസ്തുക്കളും എടുത്തിട്ട് അവൻ്റെ കൈകൊണ്ട് നിർമ്മിച്ച ലൈറ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഓനെ കാണാം, ഓനെ പരിചയപ്പെടാം, ബാക്കി എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്നും എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ അവൻ തന്നെ പറയും. ഞങ്ങളിപ്പോൾ അവൻ്റെ വീട്ടിലാണുള്ളത്. രതീഷ് കമോൺ. അവൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അവിടേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവൻ ആ ലോക്ക്ഡൗൺ സമയം മുതലെടുത്ത് ഇത് ചെയ്തത്. ഇതേ അവനെ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് വീഡിയോസിൽ എൻ്റെ പാർട്ട്ണറായിട്ട് വന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതും ഒന്ന് രണ്ട് മേക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഓരോട് തന്നെ ചോദിച്ചാൽ, വർക്കുമായി ബന്ധപ്പെട്ട ടൂൾസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീരിയർ വർക്കും ആശാരി വർക്കൊക്കെയാണ് ആളെ മെയിൻ വർക്ക്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളായതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഇതിന് കട്ട് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി ഇനി ബൾബുകളൊക്കെ കണ്ടല്ലോ, ഇതാ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അവനോട് തന്നെ ചോദിച്ചു. ഇതാണ് ലൈറ്റ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞത് അല്ലേ? ഓക്കെ. നിർമ്മിച്ച് കഴിഞ്ഞ ലൈറ്റാണ്. ഇനി അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കൊടുത്ത നമ്മളെ വ്യൂവേഴ്സിന്. ഇത് നമ്മൾ പേപ്പർ റൂള്, അതായത് നമ്മൾ മോട്ടർ അതേപോലെ ഫ്ലക്സ് കാര്യങ്ങളൊക്കെ ചുരുട്ടി വരുന്ന പേപ്പർ റൂള്. ഇതിപ്പോൾ മോട്ടറിൻ്റെ ആണ്, ഈ നമ്മളെ കുഴക്കണ്ട മോട്ടറിൻ്റെ ഒരു പേപ്പർ റൂളാണ് സംഭവം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്ത് ഒരു ലെവലിൽ അടയാളപ്പെട്ട് സ്കെച്ച് ചെയ്താണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ത്രികോണം വെച്ചാൽ പിന്നെ നമ്മൾ ഐഡിയ അനുസരിച്ച് ചെയ്യാം. അതേപോലെ എന്ത് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ആവശ്യാനുസരണം എന്ത് ചെയ്യാം, അവരെ ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഫസ്റ്റ് ഘട്ടം ഫസ്റ്റ് ഘട്ടം കട്ട് ചെയ്ത് പിന്നെ മെയിൻ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല. അതിലെന്ത് ചെയ്യാം, നമുക്ക് ആകൃതി കട്ട് ചെയ്യാം. അതിന് ഇഷ്ടപ്പെട്ട കളറ് ചൂസ് ചെയ്യാം. LED ഏത് കളർ ഇഷ്ടപ്പെട്ട കളറിൽ LED നോക്കുക. ഈ ടോപ്പ് അതിന്റെ ടോപ്പ് തന്നെ, ടോപ്പ് ഇതിന്റെ ഒപ്പം മോട്ടറിന്റെ അല്ല അതിന്റെ കൂടെ ഉള്ള ടോപ്പ് തന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ടോപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മരങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മരത്തിന്റെ പണി ആയതുകൊണ്ട് തന്നെ ഇതേപോലെ എന്ത് ചെയ്യാം, മരം കൊണ്ട് നമുക്ക് ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ തന്നെയാണ്. അതിന്റെ തന്നെ. അപ്പൊ ഇതിനിപ്പോ സെപ്പറേറ്റ് വേറെ ഒരു സംഭവം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. LED ലൈറ്റ് അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു LED ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങി LED ലൈറ്റ് മാത്രം. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ലൈറ്റ് സംഭവം. ഇതിന് പറഞ്ഞല്ലോ, അത് ഒരു പേപ്പർ റൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു റൂളിനെ ആദ്യം എന്താ മാർക്ക് ചെയ്ത് വെട്ടിയെടുത്ത ശേഷം അതാണ് ഈ കാണുന്നത്. ഇതിൽ ലൈറ്റും വെച്ച് എനിക്ക് കൗതുകം ഇതിനെ പറ്റിയൊന്ന് പറയും. ഇത് ഞാൻ പറയുന്നില്ല, ആളെന്നെ പറഞ്ഞോട്ടെ. എന്താ സംഭവം അത്? പിടിക്കാലോ അല്ലേ? ഒരു മിനിറ്റ്, ഇത് ഇനി പറയാം. ഇത് ചിലപ്പോൾ കണ്ടവർക്ക് തന്നെ ഏകദേശം ഒരു പിടുത്തം കിട്ടി. ഇത് എന്താ സംഭവം എന്നുകൂടി ഒന്ന് പറഞ്ഞ്. ഇങ്ങനെയൊക്കെ വെക്കണം അല്ലേ, ഇതിൻ്റെ ഒറിജിനൽ പെർഫോമൻസ്. ഓക്കെ. ഇനി അതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് നമ്മൾ നിസ്സാരമായിട്ട് വലിച്ചെറിയുന്ന ഒരു സാധനമാണ്. വളരെ നിസ്സാരമായിട്ട് വലിച്ചെറിയുന്ന ഒരു ഡിവൈസാണ്.
ഇതെന്താ വെച്ചാൽ വണ്ടികളുടെ എയർ ഫിൽറ്റർ ആണ് കാറുകള്. ഒരു നിസ്സാരമായിട്ട് നമ്മൾ വലിച്ചെറിയണമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വർക്ക്ഷോപ്പുകൾ പോയി കഴിഞ്ഞാൽ കിട്ടും. വർക്ക്ഷോപ്പുകളൊക്കെ വെറുതെ ഒരു തൂക്കി അതെ സ്ക്രാപ്പിൽ ഒഴിവാക്കുന്ന സംഭവങ്ങളാണ്. ഇതിന്റെ പല വലുപ്പത്തിലും പല എന്താ പറയാ പല അളവിലുള്ള സാധനങ്ങളുണ്ട്. ഇതിപ്പോ ഓട്ടോറിക്ഷയാണ് തോന്നുന്നു, വർക്ക്ഷോപ്പിൽ കിട്ടിയത് തന്നെയാണ്. എയർ ഫിൽറ്റർ ആണ് ഈ സംഭവം. എയർ ഫിൽറ്റർ നമ്മൾ എന്ത് ചെയ്യാം, LED വേറെ ഒരു പണിയുടെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കളർ കൊടുക്കാം അല്ലെ, പെയിന്റിൽ ഒന്ന് മുക്കി കഴിഞ്ഞാൽ അത് ഒന്നും കൂടി ഒന്ന് അട്രാക്ഷൻ ആവും. പക്ഷെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലേ ആ ചുമരിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടില്ലേ, പ്രൊജക്ട് നേരത്തെ കാണിച്ച പോലെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. ഇത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. തൂക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ അത് കാണാൻ ഉണ്ടോ സംഭവം കലക്കി അർത്ഥം. അപ്പോൾ അടുത്ത ബൾബ് ഇനി അതെന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെന്ന്. ഈ ഫ്രെയിം എന്ന് വെച്ചാൽ മരത്തിന്റെ അത് ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള മരം ഇതേപോലെ ഉള്ള റീപ്പറുകളാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ അടി കണ്ട ഈ വെള്ള സാധനം വെച്ചാൽ അക്രലിക് ഷീറ്റാണ്. അക്രലിക് ഷീറ്റ് മീൻസ് എന്താ, ഈ ലൈറ്റ് ബോർഡുകൾ, കടയുടെയൊക്കെ ലൈറ്റ് ബോർഡുകളൊക്കെ വരുന്ന അക്രലിക് ഷീറ്റുകളാണ്. അതാണിപ്പോൾ ഇങ്ങനെ വെള്ള ഇത് പല കളർ വരുന്നുണ്ട്, വെള്ള, ചുവപ്പ്, നീല, പല കളറിൽ. നമ്മൾ ഈ കടകളുടെ ഒക്കെ ബോർഡുണ്ടല്ലോ, ഞാൻ പേര് എഴുതിയിട്ടുണ്ട്, ആ ഷീറ്റാണത്. ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് ബോക്സ് ആക്കിയിരിക്കുന്നതാണ്. ഓക്കെ, മറ്റേത് ഫ്രെയിം നമ്മളെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഇനി അടുത്തത് നോക്കാം. ഇതും ഇങ്ങനെ രതീഷ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ബ്ലൂ ലൈറ്റാണ് ഇപ്പോൾ ഇതിൽ അവൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലായി മരം അല്ലേ, നമ്മൾ നേരത്തെ റീപ്പർ വെച്ചിട്ട് മരത്തിന്റെ റീപ്പറുകൾ മുറിച്ച് പീസുകൾ അടുക്കി വെച്ചുകൊണ്ട് ചെയ്തതാണ്. ഇതൊക്കെ പിന്നെ കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ എന്നുള്ളതാണ്. അതായത് ഈ ഇപ്പോൾ അവൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് അവൻ്റെ തല ഉപയോഗിച്ച് ചെയ്ത സംഭവമാണിത്. ഓക്കെ, അതിൽ പിന്നെ അധികമൊന്നും പറയാനില്ല അല്ലേ. എല്ലാ ബൾബ് ഇപ്പോൾ ഈ ടൈപ്പ് ബൾബുകളൊക്കെ LED ഫാൻസി ലൈറ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ടാവും. അപ്പോൾ ഒരു ബൾബിനാണ് ചെന്ന് നോക്കണം. എന്തായാലും ചുരുങ്ങിയത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം നമ്മൾ വില വരുമ്പോൾ എന്തായാലും ചുരുങ്ങിയത് 2000 രൂപ മുതൽ അതിൻ്റെ മുകൾക്ക് 2000 അതിൻ്റെ മുകൾക്കായിട്ട് വില ഉണ്ടാവും. അപ്പോൾ നമ്മളെന്തായാലും സാധാരണക്കാർ വീടെടുക്കുമ്പോൾ എല്ലാം കുറഞ്ഞ രീതിയിൽ ബഡ്ജറ്റ് ആക്കിയിട്ടല്ലേ ചെയ്യുക. അപ്പോൾ ഓരെന്ത് ചെയ്തു, ഓൻ്റെ ഐഡിയ അനുസരിച്ചിട്ട് ലൈറ്റുകൾ ഒരുപാട് ഹോൾഡറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുതലാക്കണം. അത് ബൾബ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് വാങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഒരു സംഖ്യ ആ രീതിയിൽ മാറ്റിക്കേണ്ടി വരും. അപ്പോൾ അവൻ്റെ ഐഡിയ വെച്ചിട്ട് ചെയ്ത സംഭവങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ, ഒക്കെ ചെറിയ എന്താ പറയുക, നമ്മൾ സാരായിട്ട് കാണുന്ന പല സംഭവങ്ങളും ഓൻ്റെ ഐഡിയ അനുസരിച്ച് ഓനത് ഫാൻസി ലൈറ്റുകളാക്കി മാറ്റി. ഇനി 1-2 കൂടെ ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു. നമ്മളിപ്പോൾ ഇത് വാളിൽ ഫിറ്റ് ഒരു ലൈറ്റായിട്ട് ഹാങ്ങിങ് ലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ ഈ ബാക്കിലുള്ള വെച്ചാൽ നമ്മളെ PVC പൈപ്പ് നമ്മളെപ്പോഴും പിന്നാടി ഒന്ന് കാണിച്ചു കൊടുത്തു. PVC പൈപ്പ് ഒരു സംശയം വേണ്ട, PVC പൈപ്പ്. പിന്നെ നമ്മള് 2 സൈഡും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മരത്തിന്റെ പീസ് കൊണ്ട് ക്ലോസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ എടുക്കൊടുത്ത ബ്ലാക്ക് നിസാരം ഇൻസുലേഷൻ ടാപ്പാണ്. കളർ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ അതൊന്നും കൂടി അട്രാക്ഷൻ ആക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തത് LED, മെയിൻ സംഭവം ലൈറ്റ് ആയിട്ട് വരുന്നത് LED. പിന്നെ മേലെ നീണ്ടിരിക്കുന്നത് നമ്മൾ ഈറ്ററി മുളന്റെ പോലാണത്, ഓട്ടന്റെ മുളന്റെ പോലാണ്. പിന്നെ ഈ ഇത് ക്രിസ്റ്റൽ ടൈപ്പ് ഒരു പൈപ്പാണ്, ട്യൂബ്. ഇതും എന്താ വെച്ചാൽ നമ്മള് എന്താ പറയാ ക്ലോസറ്റിന്റെ ഒക്കെ ഒരു ഫിറ്റിങ്സ് ഉണ്ട്. അതിന് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പാക്കിങ്ങിൽ വേസ്റ്റ് ആയിട്ട് പാക്കിങ്ങിൽ വരുന്നത്, അതായത് നമ്മൾ സ്റ്റീലിന്റെ ഒക്കെ പൈപ്പ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഡിവൈസ്. അത് ഒരു സൈറ്റിൽ വെറുതെ എടുക്കേണ്ടപ്പോ നമുക്ക് ഇതങ്ങനെ ഒരുപാടെണ്ണം കിട്ടിയില്ലെങ്കിലും കിട്ടിയത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. കിട്ടിയതുള്ളൂ. ഇതും ഇത് പറയുകയാണെങ്കിൽ നമ്മള് ഈ കുഴക്കണ്ടറിന്റെ പൈപ്പ് ഉണ്ട്, പൈപ്പിന് വരുന്നൊരു ടോപ്പാണ്. വേസ്റ്റ് ആയിട്ട് നമ്മൾ ആവശ്യമെങ്കിൽ വലിച്ചെറിയുന്ന ടോപ്പാണ് ഇത്. പിന്നെ നമ്മള് ഇത് അടി കൊടുത്തിട്ട് നമ്മൾ LED-ന്റെ ഇതിൽ കൊടുക്കുന്ന LED-ന്റെ ആ ടോപ്പ് അടിയിൽ വെച്ചാൽ മതിയല്ലേ. ഇപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള വൈറ്റ് കളർ LED ആണ്. അപ്പൊ വൈകാതെ തന്നെ ഈ ലൈറ്റുകളൊക്കെ ഇവന്റെ ചുമരിൽ തൂങ്ങി നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം അല്ലെ. തീർച്ചയായും. പിന്നെ ഈ കൊടുക്കുന്ന LED-കളൊക്കെ എക്സ്പെൻസീവ് ആണോ? എക്സ്പെൻസീവ് അല്ല. ഇത് നമ്മള് ആണെങ്കിൽ വിപണിയിൽ ആ 20 രൂപ ഈ ഒരു LED ലൈറ്റ് വരുന്നുള്ളൂ. ഇലക്ട്രിക് ഷോപ്പുകളിൽ ചെന്ന് നമുക്ക് വെറും 20 രൂപ. സത്യം പറഞ്ഞാൽ എനിക്ക് ചെലവുകളൊന്നും ഇല്ലാന്ന് അർത്ഥം.
2000-3000 നമ്മള് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വാങ്ങേണ്ട സംഭവം 20 റുപ്യ എത്ര ബൾബ് ഉണ്ട്, 20 ഇൻറ്റു അത്ര ബൾബ്, അത്ര മാത്രമേ ഇപ്പൊ ചെലവ് വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഒന്നുകൂടി വെളിച്ചം വേണം എന്നുണ്ടെങ്കിൽ ഹെവി 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ LED കിട്ടും. 100-120-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല കയറ്റി കൊടുക്കാം. ഇത് വെറും ബോർഡ് മാത്രമേ 20 രൂപ ഉള്ളൂ. ഇത് നമ്മളത് പിന്നെ ആൾക്ക് ഇതിപ്പോ ഇങ്ങനത്തെ ഉഷാറായിട്ട് പറയാൻ കാരണം വെച്ചാൽ ആൾക്ക് ചെറിയ ഇലക്ട്രോണിക്സ് അറിയാം, കമ്പ്യൂട്ടറിൽ എക്സ്പെർട്ട് ആണ്, അങ്ങനെ ഒരു സകല കല ഒക്കെ ഉണ്ടെന്നെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ ആൾക്ക് ഇത് മാത്രമല്ല, ഒരുപാട് സംഭവങ്ങള് ഒക്കെ പറഞ്ഞ ജോലി ഇതല്ലല്ലോ, ജോലിയുടെ ഇടയിൽ കിട്ടുന്ന ഈ ലോക്ക്ഡൌൺ മുതലാക്കിയിട്ട് ചെയ്തതാണ് ഈ സംഭവം. പിന്നെ ഇത് ഒരു എന്താ പറയാ, അവൻ്റെ ഒരു വരുമാന മാർഗത്തിനോ അല്ലെങ്കിൽ ഇതൊരു ഓർഡറിനോ വേണ്ടി ചെയ്ത വീഡിയോ അല്ല കേട്ടോ. അവൻ ചെയ്ത കുറച്ച് സംഭവങ്ങള് എന്താ പറയാ, നമ്മള് സിമ്പിളായി കരുതുന്ന സംഭവത്തിൽ നിന്ന് ചെയ്ത് നമ്മള് പുറത്തേക്ക് വലിച്ചെറിയുന്ന ഓരോ പാഴ്വസ്തു കൊണ്ടും ഓരോ ഞാൻ വീഡിയോ ആക്കാൻ ഉദ്ദേശം തന്നെ എന്താ, സിമ്പിളായ സംഭവത്തിൽ നിന്ന് ചെയ്താണല്ലോ. അപ്പൊ അത് ഒന്ന് വീഡിയോ ആക്കി ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി ചെയ്താണല്ലോ. അതൊരു ഓരോ പ്രൊഫഷൻ ആക്കിയിട്ട് കാണിക്കാന്നോ അല്ലെങ്കിൽ ഓർഡർ എടുക്കാന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതല്ല വീഡിയോ. അപ്പോ പിന്നെ ഇപ്പൊ എന്റെ വർക്കിന്റെ ഇടയിലല്ലേ ചിലപ്പോ അല്ലെ, അല്ലെങ്കിൽ നാളെ ചിലപ്പോ ഇതൊക്കെ ചെയ്ത് നോക്കാം നമുക്ക് ഏതായാലും. അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ, രതീഷിന്റെ LED ലൈറ്റ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. രതീഷ്, ബൈ.